ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു യാത്രയിലേക്ക് കേട്ടോ. അപ്പോൾ രാവിലെ വെളുപ്പിനെ തന്നെ യാത്ര തുറന്നു. അതിരാവിലെയുള്ള യാത്രയാണ്. ഏകദേശം ഒരു 5:30 ഞങ്ങൾ യാത്ര തുറന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇച്ചാൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ യാത്ര ഞങ്ങൾ പുറപ്പെട്ടത്, രാജാക്കാട്. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് മലപ്പുറത്തിലേക്കാണ്. മലപ്പുറത്ത് എൻ്റെ അനീത്തിയാണുള്ളത്. അപ്പോൾ അനീത്തിയുടെ അടുത്തോട്ടോ നമ്മൾ യാത്ര പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം റഷൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യേണ്ടതിന് വേണ്ടി നമ്മൾ രാവിലെയാണ് യാത്ര പുറപ്പെട്ടത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം അടിമാലി എത്താറായിട്ടോ, അടിമാലി എത്തിയിട്ടോ, അടിമാലി എത്താറായതല്ല, അടിമാലി എത്തി. അടിമാലിയിലാട്ടോ എൻ്റെ വീട്. അപ്പോൾ വീട്ടിലൊന്നും കയറിയില്ല, കാരണം രാവിലെ ഇപ്പോൾ ഏകദേശം 6:03 ആയിട്ടുണ്ട്. അപ്പോൾ അടിമാലി ക്രോസ് ചെയ്തു കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ. അപ്പം കൂട്ടത്തിൽ ഇച്ചാൻ്റെ ചേച്ചിയുണ്ട് മൂത്തെ. അപ്പം ഞങ്ങൾ 5 പേരും കൂടിയായിട്ട് പോകുന്നത്. ലോങ് ട്രിപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ അധികം രാവിലെ തന്നെ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നമുക്ക് സേഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത്. കാരണം അധികം തിരക്കൊന്നുമില്ലാതെ വളരെ ഫ്രീ ആയ റോഡിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി നമ്മൾ മലപ്പുറത്തിനാണ് പോണത്. അപ്പോൾ ഓൺ ദ വേയിൽ നമുക്ക് ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ പുറപ്പെട്ടത്. അപ്പോൾ എന്തായാലും നല്ല യാത്രയായതുകൊണ്ട് തന്നെ അത്യാവശ്യം വെളുപ്പിനെ എഴുന്നേറ്റുകൊണ്ട് തന്നെ മക്കളൊക്കെ നന്നായിട്ട് ഉറങ്ങുക കേട്ടോ. പിന്നെ നമ്മൾ ഒരു കോതമംഗലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മളൊരു ഹോട്ടലിൽ മുമ്പിൽ നിർത്തിയിട്ടു. പക്ഷേ അത് മൂസാക്കാൻ്റെ ചായക്കട എന്ന് പറയുന്ന ഒരു ചായക്കട, ഒരു ടീ സ്റ്റോളായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നുമില്ല, ചായയും കടിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി എനിക്ക് നല്ല സുഖമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയണേ, കഴിക്കണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ കുറച്ച് മുമ്പോട്ട് പോയിട്ട് പിന്നെ നമ്മൾ വേറൊരു ഹോട്ടലിൽ കയറി. അപ്പോൾ അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും എല്ലാവരും മസാല ദോശയൊക്കെ ആയിട്ട് ഓർഡർ ചെയ്ത് എനിക്കും ഓർഡർ ചെയ്തു. പക്ഷേ നല്ല സുഖമില്ലാത്തതുകൊണ്ട് എനിക്കത് കഴിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഏകദേശം മലപ്പുറത്ത് എത്താറായി. അപ്പോൾ എത്താറായപ്പോഴത്തേക്കും കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ബേക്കറിയിൽ ഇറങ്ങി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ബേക്കറിയൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ എൻ്റെ അനിയത്തിയുടെ വീട്ടിലെത്തി. ഇവർ പെരിന്തൽമണ്ണയിലാട്ടോ താമസിക്കുന്നത്. ഞാൻ മലപ്പുറം എന്ന് പറഞ്ഞെങ്കിൽ ആദ്യം അവർ മലപ്പുറത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ പെരിന്തൽമണ്ണയിലാണ്. അപ്പോൾ അവിടെ നമ്മളെത്തി. നമ്മൾ ഈ വർഷത്തിലൊരിക്കലൊക്കെ വരുന്നതുകൊണ്ട് ആക്ച്വലി എനിക്ക് പല സ്ഥലങ്ങളുടെയും പേരും കാര്യങ്ങളൊക്കെ തെറ്റിപ്പോകാറുണ്ട്. അപ്പോൾ അവിടെ ഒരു ദിവസം തങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ വീണ്ടും കോഴിക്കോടേക്ക് യാത്ര പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് യാത്ര കേട്ടോ. നാട്ടിൽ വന്നു കഴിഞ്ഞാലും നമ്മുടെ റിലേറ്റീവ്സിൻ്റെയും അതുപോലെ നമ്മുടെ എന്താ പറയുക വേണ്ടപ്പെട്ടവരുടെ ഒക്കെ അടുത്ത് പോവുക എന്നുള്ളത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യം കേട്ടോ. കാരണം ചിലർ ചോദിക്കും, ഇത്രയും ലോങ് യാത്ര ചെയ്തിട്ട് പിന്നെയും നിങ്ങൾ എന്തിനാണ് കണ്ടിന്യൂസ് യാത്ര ചെയ്യുന്നതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അത് നമുക്ക് വിഷയമില്ല. നമ്മളെന്തായാലും എല്ലാവരെയും കാണാനും കേൾക്കാനും ഒക്കെ ആയിട്ടാണല്ലോ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യാത്രകളെല്ലാം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതാണ്. അപ്പോൾ നമ്മുടെ റിലേഷൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് പുതുക്കാനായിട്ടുള്ള ഒരു സമയം കൂടി ആയിട്ടാണ് ഞങ്ങളിതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പം അനീത്തിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇപ്പോൾ യാത്ര തിരിക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഏകദേശം 9:30 ആയിട്ടോ. അപ്പം അനീത്തി മോനും ആണ് ഇവിടെ താമസിക്കുന്നത്. ഹസ്ബൻഡ് പത്തനംതിട്ടയിലാണ് അവൻ്റെ ജോലി. അപ്പോൾ അവൻ വന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഒന്നുകൂടെ കൂടുന്നുണ്ട് എല്ലാവരുമായിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുമിച്ച് കൂടാമെന്നാണ് അനീത്തിയുടെ ഹസ്ബൻഡും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ആ ഒരു സമയത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം എന്താ പറയണേ കോഴിക്കോട് എത്താറായിട്ടോ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പം ഒരുപാട് ഷെയ്ക്കുകളുടെ ഒരു സ്ഥലമാണല്ലോ കോഴിക്കോട് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇച്ചായൻ്റെ പെങ്ങടെ മോനും കോഴിക്കോട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മോനും കൂടെ കൂടി. അപ്പോൾ അവർ എല്ലാവരും കൂടി ഞങ്ങൾ ഷെയ്ക്കൊക്കെ കുടിച്ചു. വളരെ സ്പെഷ്യൽ ആയിരിക്കുന്ന വെറൈറ്റി ആയിരിക്കുന്ന ഷെയ്ക്കുകളുടെ ഒരു സ്ഥലമാണ്. പിന്നെ കോഴിക്കോട് ചേച്ചിയുടെ മോളുണ്ടായിരുന്നു. അപ്പോൾ മോളുടെ വീട്ടിൽ വന്ന് ഉച്ചയ്ക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. ഇത് വയനാട്ടിലേക്കുള്ള നമ്മുടെ താമരശ്ശേരി ചുരം കയറുന്ന കാഴ്ച കേട്ടോ. വളരെ മനോഹരമായിരിക്കുന്ന ഒരു ആംബിയൻസ് തന്നെയായിരുന്നു കേട്ടോ. കാരണം ഈ ചുരം കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ മഴ സ്റ്റാർട്ട് ചെയ്തു. നല്ല മഴയും കോടമഞ്ഞും ഒക്കെ ആയിട്ടുള്ള മനോഹരമായ യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങി ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഏകദേശം ചുരം കംപ്ലീറ്റ് ആയി കഴിയുന്ന ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി നമ്മളിവിടെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം അവിടെ നിന്ന് ചായയും അതുപോലെ തന്നെ ഓരോ പപ്സും ഒക്കെ കഴിച്ചു. നല്ലൊരു ചായയുടെയും കോഫിയുടെയും ഒക്കെ നല്ലൊരു അടിപൊളി ഷോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വെറൈറ്റി ആയിട്ടിരിക്കുന്ന ഒരു എന്താ പറയണേ ഒരു ലുക്കും ഒരു ട്രീറ്റും ഒക്കെ ആയിരുന്നു ഈ ഒരു കഫേയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിതേ അടിപൊളിയായിരിക്കുന്ന മുട്ട പപ്സും അതുപോലെ തന്നെ ചായയും ഒക്കെയാണ് കഴിച്ച്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ ചേച്ചിയുടെ മോൻ പറഞ്ഞു
മിക്കവാറും നമ്മുടെ വണ്ടി വിറ്റിട്ട് വേണം ഇവിടുന്ന് ബില്ല് പേ ചെയ്യാൻ എന്നുള്ള പറഞ്ഞു കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ അവിടെ. പക്ഷെ നമ്മൾ സാധാരണ നോർമൽ ചായയും അതുപോലെ തന്നെ സ്നാക്കും ഒക്കെ ആട്ടോ കഴിച്ചത്. അവിടെ ക്യാപ്പിച്ചിനോ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കോഫി, കോൾഡ് കോഫി, അപ്പോൾ അതിനൊക്കെ 160 എബോവ് ഒക്കെയാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. എന്തായാലും കുഴപ്പമില്ലായിരുന്നു, അടിപൊളി കിടിലൻ വെറൈറ്റി ആയിട്ടിരിക്കുന്ന ചായയും അതുപോലെ സ്നാക്കും ഒക്കെ കഴിച്ചു. അപ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിതുപോലെ ഇച്ചാനെ ആയിട്ട് ചില വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു സന്തോഷമാണ്, എൻ്റെ ഒരു എൻജോയ്മെൻറ്റാണ് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ നല്ലൊരു അടിപൊളി സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം ചേച്ചിയുടെ മോൻ പറഞ്ഞു നല്ല ഭംഗിയുള്ളൊരു സ്ഥലമുണ്ട് ആൻറ്റീനെ ഞാൻ കാണിച്ചു തരാം, ആൻറ്റി അവിടെ പോയി വീഡിയോ എടുത്തോ. കാരണം എൻ്റെ ഈ വീഡിയോ പ്രാന്തൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞു ആൻറ്റിക്ക് ഞാൻ നിർത്തിത്തരാം, ആൻറ്റി പോയി എടുത്തോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഞാനിങ്ങനെ എന്താ പറയണേ, വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടി ഓടിപ്പോവാട്ടോ. അപ്പോൾ മോളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പോകുന്ന റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു സ്ഥലം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്, നല്ല അറേഞ്ച്മെൻറ്റ്സും അതുപോലെ അവിടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പണിയും കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം ഇതിങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതൊക്കെ കംപ്ലീറ്റ് ആയി കഴിയുമ്പം എനിക്ക് തോന്നുന്നു ഇത് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിലെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടെ വിശാലമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു കിടിലൻ സ്ഥലമാണ്. പിന്നെ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞങ്ങളെല്ലാവരും ഒരേ കളറാണ് ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്താട്ടോ. എല്ലാവരും ഒരു ബ്ലൂ കോമ്പിനേഷനാണ്, ഒരു നേവി ബ്ലൂ കോമ്പിനേഷനാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളത് പ്ലാൻ ചെയ്ത് ഇച്ചാനും മക്കൾക്കും ഒരേ രീതിയിലുള്ള ഷർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. കൂട്ടത്തിൽ എനിക്കും അതേ കളറിലുള്ള സ്യൂട്ടും ഒക്കെ ഇട്ടിട്ടാണ് ഞങ്ങളിന്ന് അടിപൊളിയായിട്ട് ഈ ഒരു യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട് കേട്ടോ. എല്ലാവരും ഒരേ കളറിൽ. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ. ബി ബയോം ഓക്സിജൻ പാർക്കിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. താമരശ്ശേരി ചുരം കയറി ഞങ്ങൾ വയനാട്ടിലോട്ട് പോകുന്ന ഒരു രംഗമാണ്. അപ്പോൾ ഓൺ ദ വേയിൽ കണ്ടപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. 1-2 ഫോട്ടോസ് എടുക്കാനായിട്ട് മാത്രം വന്നതാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്, ഭയങ്കര ആംബിയൻസ് ആണ്. അപ്പോൾ ഇതുവഴി പാസ് ചെയ്ത് പോകുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം മിസ്സാക്കി. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു ആസ്വദിച്ചു, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ വീണ്ടും വയനാട്ടിലേക്ക് യാത്ര പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.